ലവ് ഇൻ ദ ബിഗ് സിറ്റിയിലെ ലാസ്റ്റ് എപ്പിസോഡായ എപ്പിസോഡ് 8 എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ K-ഡ്രാമ ഒക്കെ പുതിയതായിട്ടാണ് കണ്ടു തുടങ്ങിയത്. സോ എനിക്ക് വലിയ പിടിയില്ല അടുത്ത ഏത് K-ഡ്രാമ ചെയ്യണമെന്നുള്ളത്. ഇനി ഏതെങ്കിലും സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളതോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. യങ് ഹബീബിയുടെ ക്ഷണം സ്വീകരിച്ച് പുള്ളിയുടെ കൂടെ ബാങ്കോക്കിലേക്ക് പോയി. യങ് താമസിച്ചത് പണ്ട് സിമ്മിന്റെ കൂടെ വന്നപ്പോൾ സ്റ്റേ ചെയ്ത അതേ ഹോട്ടലിലാണ്. അന്ന് സിമ്മും യങ്ങും വരുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. അവര് ഹണിമൂണിന് വന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഹോട്ടലുകാർ ഫ്രീ ആയിട്ട് ഷാമ്പെയിൻ ബോട്ടിൽ അവരുടെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. റൂമിലെ കർട്ടൻ ഓട്ടോമാറ്റിക് ആണ്, പക്ഷെ അത് മൊത്തത്തിൽ അടയുന്നുണ്ടായിരുന്നില്ല. ഇത് റിസപ്ഷനിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് റൂം ഹോട്ടലുകാർ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോഴത്തെ റൂം കണ്ട് രണ്ടാളും തുള്ളിച്ചാടി. അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് സിറ്റി കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ രണ്ടാളും കുറെ നേരം പുറത്തേക്ക് നോക്കി നിന്നു. യങ് വർഷങ്ങൾക്ക് ശേഷം അതേ റൂമിലേക്ക് ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. ഹബീബി അവിടെ ഒരു നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് കുറച്ച് മീറ്റിംഗ് ഒക്കെ ഉണ്ട്, ഇന്ന് നീ ഡിന്നറൊക്കെ കഴിച്ച് പുറത്തൊക്കെ കറങ്ങി നടക്ക് എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. യങ് വീണ്ടും വീണ്ടും ഒറ്റയ്ക്കാവാണ്, അതിപ്പോൾ സിയോളിലാണേലും ബാങ്കോക്കിലാണേലും. അങ്ങനെ ചുറ്റി നടക്കുന്നതിനിടയ്ക്ക് അവന് ഹബീബിയുടെ മെസ്സേജ് വന്നു. ഞാൻ രാത്രി ഫ്രീ ആണ്, 6 മണിക്ക് ഫോർട്ടിൽ മീറ്റ് ചെയ്യാം. യങ്ങിന് അവിടെ കറങ്ങി നടക്കുമ്പോൾ സിമ്മുമായിട്ട് അന്ന് കറങ്ങി നടന്നതൊക്കെ ഓർമ്മ വന്നു. യങ് അവിടുത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് HIV ആന്റിവൈറൽ ഡ്രഗ് വാങ്ങിക്കാണ്. യങ് സ്വയം പറയുന്നത് ഇങ്ങനെയാണ്: HIV കുറിച്ച് എനിക്ക് മുന്നേ അറിയാമായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചേനെ. ഇപ്പോഴത്തതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കോ അതോ വേഴ്സ് ആയിരുന്നിരിക്കോ ആ ലൈഫ്? കൈലിയെ എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. എന്നാൽ സിമ്മിന് അത് എങ്ങനെ കഴിഞ്ഞു എന്നോർത്ത് ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് സങ്കടം ഉണ്ടെങ്കിലും ഞാനതൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. അവരന്ന് ആദ്യമായും അവസാനമായും കോണ്ടമില്ലാണ്ട് സെക്സ് ചെയ്യാണ്. പ്രസന്റിലേക്ക് വരുമ്പോൾ സിമ്മ് ഹബീബിയെ പോയി മീറ്റ് ചെയ്തു. നമ്മളിന്ന് ബാങ്കോക്കിലെ തന്നെ ഏറ്റവും മനോഹരമായ ഫയർ വർക്ക് കാണാൻ പോവാണ് എന്ന് ഹബീബി പറഞ്ഞു. രാത്രി അവർ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. യങ് മെനു എടുത്ത് അതിലെ എല്ലാ ഡ്രിങ്ക്സും കൊണ്ടുവരാൻ പറഞ്ഞു. ഹബീബി ആളൊരു ഷുഗർ ഡോഡിയാണല്ലോ. അങ്ങനെ നിമിഷങ്ങൾക്കകം തന്നെ ഡ്രിങ്ക്സ് വന്നു. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള വെറൈറ്റി ഡ്രിങ്ക്സ് ആണ് അതൊക്കെ. അവർ ഓരോന്നായി ട്രൈ ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരും നിർത്താണ്ട് കുടിയോടുകൂടി. പിന്നീട് രണ്ടും കൂടെ കിറങ്ങി തിരിച്ചു പോവാണ്. അടുത്തത് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് സീന് കാണിക്കാണ്. സിമ്മും യങ്ങും കൂടെ മഴയത്ത് ബാങ്കോക്കിൽ കൂടെ ഓടാണ്. സിമ്മ് റോഡിൽ കിടന്ന് എടാ ഞാൻ ഭയങ്കര ഹാപ്പി ആണെന്ന് പറഞ്ഞു. മഴയത്ത് നനഞ്ഞു കുളിച്ച് റോഡിൽ കിടന്നിട്ട് നിനക്ക് എങ്ങനെയാടാ സന്തോഷാവണേ? ഞാനിപ്പോൾ നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ നിമിഷം ഭയങ്കര ഹാപ്പിയാണ്. തിരിച്ച് ഹബീബിന്റെ കൂടെ ഹോട്ടൽ റൂമിൽ എത്തിയപ്പോഴേക്ക് ഹബീബിയുടെ ബോധം പോയിരുന്നു. അവനപ്പോൾ അയാളുടെ ഫോൺ എടുത്ത് നോക്കാണ്. അയാളുടെ ഭാര്യയുടെ മെസ്സേജാണ് അതിലുള്ളത്. പുള്ളിയെ കാണാണ്ട് അവരൊക്കെ ടെൻഷനിലാണ്. ഇത് മനസ്സിലാക്കി യങ് ഒരു നോട്ട് എഴുതി വെച്ചിട്ട് അവിടുന്ന് പോയി. എനിക്ക് നിന്നെ സമാധാനിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ എങ്ങനെയെന്ന് എനിക്കറിയില്ല. നമുക്കുള്ളിൽ പ്രേമമില്ല. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, അന്ന് എനിക്കതിൻ്റെ വില മനസ്സിലായില്ല. ഞാനിനി എനിക്ക് വേണ്ടി ജീവിക്കാൻ പോവാണ്. അങ്ങനെ ഒരു ജീവിതം നീയും അറിയിക്കുന്നുണ്ട്. ഗുഡ് ബൈ. തിരിച്ച് സിയോളിലെത്തിയ യങ് ഇയുൻസുവിൻ്റെ സഹായത്തോടെ റൂം മാറ്റാൻ വേണ്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. പോകുന്നതിന് മുന്നേ റൂമിൽ അവൻ പെർഫ്യൂം സ്പ്രേ ചെയ്തു. ശേഷം ഒരു റോസാപ്പൂവ് വിൻഡോയിൽ വെച്ചു. സിമ്മുമായിട്ട് പണ്ട് അവൻ അടിയായിരുന്നല്ലോ, റൂമിൽ നടഞ്ഞ മണം ഉണ്ടെന്നും പറഞ്ഞിട്ട്. ആ ഒരു ഓർമ്മയിലാണ് യങ് അങ്ങനെ ചെയ്തത്. പുതിയ അവന്റെ റൂമിൽ അധിക സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഇനി ആദ്യം മുതൽ വാങ്ങണം. രാത്രി അവർ ഫ്രണ്ട്സ് 4 പേരും കൂടെ റൂഫ് ടോപ്പിൽ നിന്ന് വെള്ളമടിച്ച് ഭംഗിയുള്ള ഫയർ വർക്ക്സ് കണ്ട് നിൽക്കുകയാണ്. എൻ്റെ നോവലിൽ ഞാൻ റിലേഷൻഷിപ്പ് എല്ലാം പെർഫെക്റ്റ് ആയി എഴുതി കാട്ടി. എന്നാൽ എൻ്റെ പ്രണയങ്ങളെല്ലാം പരാജയങ്ങളായിരുന്നു. ഇത്രയൊക്കെ എഴുതിയിട്ടും പ്രണയത്തെക്കുറിച്ച് എനിക്കൊരു ചുക്കും അറിയില്ല എന്നതാണ് സത്യം. യങ്ങിൻ്റെ ഈ ഒരു തുറന്നു പറച്ചിലിൽ നമ്മുടെ സീരീസ് എൻഡ് ആവുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ സീരീസ്? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.